നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പുറകിൽ കാർ ഇടിച്ച് കാർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥനാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് ഗുരുതര പരിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത് മികച്ച വിജയം UDFിനുണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ. മണലൂർ നിയോജക മണ്ഡലം നേതൃയോഗം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ തെറിച്ച് വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ തായി കരുപ്പയിൽ ശങ്കുരു മകൻ വിജീഷാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് മന്ദലാംകുന്നിന് പടിഞ്ഞാറ് 12 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിൽ നിന്ന്. വാർത്തകൾ വിശദമായി. ചേറ്റുവ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ തെറിച്ച് വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ തായി കരുപ്പയിൽ ശങ്കുരു മകൻ വിജീഷാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു വിജീഷ് ഉൾപ്പെടെ 4 സംഘം മീൻപിടുത്തത്തിനായി കടലിൽ പോയത്. കടലിൽ വീശിയ ശക്തമായ കാറ്റിനെ തുടർന്ന് മീൻപിടുത്തം സാധ്യമാകാതെ തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ആടിയുലഞ്ഞ വഞ്ചിയിൽ നിന്നും വിജീഷ് കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. 3 ദിവസം കോസ്റ്റൽ പോലീസും ഫിഷറീസ് വിഭാഗവും കടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശനിയാഴ്ച രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടതായി കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് SI ലോഫിരാജിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ബോട്ടിൽ ആഴക്കടലിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ മന്ദലാംകുന്നിന് പടിഞ്ഞാറ് 12 നോട്ടിക്കൽ മൈൽ അകലെ ഒഴുകി നടന്നിരുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് പോലീസ് സംഘം ബോട്ടിൽ കയറ്റി കരയിലെത്തിച്ചു. മുനയ്ക്കക്കടവ് ഹാർബറിലെത്തിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പുറകിൽ കാർ ഇടിച്ച് കാർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥനാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 2:45 അപകടം. പൊന്നാനി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന രാമനാഥന്റെ ഭാര്യ, മകന്റെ ഭാര്യ എന്നിവർക്കും സാരമായി പരിക്കുണ്ട്. ഇവരെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. മൃതദേഹം ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത് മികച്ച വിജയം UDFിനുണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ. UDF മണലൂർ നിയോജക മണ്ഡല നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരായി പിണറായി സർക്കാർ മാറി. മുഴുവൻ മതവിശ്വാസികളെയും ദുഃഖിപ്പിക്കുന്ന സംഭവമായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറിയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. കേരളത്തെ ഇതേപോലെ മതാന്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, കേരളത്തിൽ അറിഞ്ഞും അറിയാതെയും അതിർവരമ്പുകൾ തീർക്കുന്ന, മനുഷ്യനെ മതില് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന CPMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഏറ്റവും ക്രൂരമായ വിഭജന രാഷ്ട്രീയത്തെ കേരളത്തിലെ മതത്തിനും സമുദായത്തിനും അതീതമായി നിൽക്കുന്ന ആളുകളെല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലെ ഏറ്റവും വലിയ ഗുണഫലം UDFിന് തന്നെയാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും. ഫെബ്രുവരി 18-ന് VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് പാവർട്ടിയിൽ വൻ സ്വീകരണം നൽകുവാൻ നേതൃയോഗം തീരുമാനിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KK ബാബു അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA PA മാധവൻ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, KPCC സെക്രട്ടറിമാരായ CC ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, KPCC അംഗം CI സെബാസ്റ്റ്യൻ, UDF നേതാക്കളായ PRN നമ്പീശൻ, മുഹമ്മദ് ഗസാലി, NJ ലിയോ, PK രാജൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, VG അശോകൻ, CM നൌഷാദ്, സിജു പാവർട്ടി, CJ സ്റ്റാൻലി, KS ദീപൻ, അഫ്തർ അലി തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻസി ഫ്രാൻസിസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആന്റോ ലിജോ, ഗ്രേസി ജേക്കബ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഫോൺ സ്വിച്ച് ഓഫാക്കി ഡ്യൂട്ടി സമയത്ത് ആശുപത്രിയിൽ നിന്നും മടങ്ങുകയും മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയും ചെയ്ത ഡോക്ടറുടെ നടപടിയിൽ പ്രതിഷേധവുമായി നഗരസഭയിലെ BJP കൗൺസിലർമാർ. പാർലമെന്ററി പാർട്ടി ലീഡർ AS ശ്രീജിത്ത്, കൗൺസിലർമാരായ ഗീത ശശി, രേഷ്മ സുനിൽ, ഷജീഷ് കില്ലപ്പൻ, അനൂപ് ചീരംകുളം, അധിൻ MA, രജിത സജീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകുകയും ചെയ്തു.
കാത്തിരുന്ന വീട്ടുകാരെ മുഴുവൻ വിട്ടികളാക്കിക്കൊണ്ട് പ്രിയ എന്ന് പറയുന്ന ഡോക്ടറെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കൊണ്ട് കുന്നംകുളം ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി സമയത്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ പ്രതിഷേധിക്കേണ്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ കുന്നംകുളം നഗരസഭയിലെ കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിലെ കുട്ടികളെ വന്നപ്പോൾ സൂപ്രണ്ടിനും ഇതേ ഒരു വിഷയമാണ്. മണിക്കൂർ കണക്കിനാണ് ഞങ്ങൾ കയറ്റിയതുള്ളത് ഒരു ബോഡി വെച്ചിട്ട്. അറിയാലോ, അതൊരു മുസ്ലിം ഡോക്ടറുമായി കണ്ടപ്പോൾ ഡോക്ടറോട് സംസാരിച്ചിരുന്നു. കൗൺസിലറോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചെയ്യാം എന്നാണ് കൗൺസിലർ പറയുന്നത്. ആ നിലയ്ക്ക് ഡോക്ടർ പോകുമ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ മുകളിൽ നടപടി സ്വീകരിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥയാണ്. ഒരു സംശയമില്ല, അത് ഡോക്ടർ ഭാഗത്ത് വീഴ്ചയില്ല. ഡോക്ടറുടെ ഡ്യൂട്ടി സമയം എങ്ങനെയായിരുന്നു? അതായത് ഡ്യൂട്ടി 8 to 4 തന്നെയാണ്. 8 to 4 അപ്പോഴൊരു 3:50 പോയിട്ടുണ്ട്. അവർ പോയിട്ടില്ല, തെറ്റ് തന്നെയാണ്. നമ്മളൊരു ഡ്യൂട്ടി സമയത്തിന് മുമ്പായിട്ട് ശരിക്കും ആശുപത്രി വിട്ടു. അവർ പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. പോലീസിന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കാണിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഡോക്ടർ ഇല്ലാന്നാണ് പോലീസ് പറയുന്നത്. 3:50 ഇല്ല. അപ്പൊ 4 മണിക്ക് മുമ്പായിട്ട് തന്നെ അവർ ഇവിടുന്ന് പോയിട്ടുണ്ട്. കടവല്ലൂർ പൊറവൂരിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നു. പൊറവൂർ പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് കെട്ടാക്കി വെച്ചിരുന്ന വൈക്കോലിന് തീയിട്ടു. തീ ആളുന്നത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ഇവർ സ്ഥലം വിട്ടു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. മുരളീധരൻ എന്ന കർഷകന്റെ 10 കെട്ടോളം വൈക്കോൽ പൂർണ്ണമായും കത്തിനശിച്ചു. രാത്രികാലങ്ങളിൽ മദ്യപരുടെയും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെയും വിഹാര കേന്ദ്രമാണ് ഇവിടമെന്ന് നാട്ടുകാർ പറയുന്നു. മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതും നിരീക്ഷണ ക്യാമറ ഇല്ലാത്തതും സാമൂഹ്യവിരുദ്ധർക്ക് സൗകര്യമാകുന്നുണ്ട്. വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞില്ല. രാത്രികാലങ്ങളിലെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാൻ സത്വരമായ നടപടികൾ വേണമെന്നും ഇവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തിരുനാൾ ആഘോഷത്തിനിടെ ബാൻഡ് കലാകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. പാറന്നൂർ സ്വദേശി വെള്ളറ വീട്ടിൽ 74 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. CCTVയുടെ അഞ്ഞൂർ വോയിസ് ആൻഡ് വിഷൻ കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരി ജിനിയുടെ പിതാവാണ് ജോണി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിൽ ബാൻഡ് വാദനത്തിനിടെയാണ് സംഭവം. വെള്ളിയാഴ്ച രാത്രി 11:40 വേലൂർ നടുവിലങ്ങാടി സെന്ററിന് സമീപം ജോണി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് കേച്ചേരി ആക്ട്സ് ആംബുലൻസിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ആനിയാണ് ഭാര്യ, ജിൻഡോ മകനാണ്. വേലൂർ ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രോത്സവവേദിയിൽ നൃത്യങ്ങൾ അരങ്ങേറി. ചെന്നൈ ഫൗണ്ടേഷന്റെ ഭരതനാട്യ കച്ചേരി, ശില പെർഫോമിംഗ് ആർട്സിന്റെ നൃത്യങ്ങൾ എന്നിവയാണ് നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി കാളിദാസ് എടക്കളത്തൂരിന്റെ കർണാട്ടിക് ഫ്യൂഷൻ, ശ്രീവിദ്യ കിള്ളിക്കുരിശിമംഗലത്തിന്റെ ശീതങ്കൻ തുള്ളൽ, കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, അരുണ സുബ്രഹ്മണ്യൻ, ഡോക്ടർ കെ അരവിന്ദാക്ഷൻ, പ്രൊഫസർ ഡോക്ടർ കെ എ രവീന്ദ്രൻ തുടങ്ങിയവരുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ധനഞ്ജയ് കൃഷ്ണകുമാർ, പല്ലശ്ശന ശ്രീരാജ് മാരാർ, കലാമണ്ഡലം അതുൽ മാരാർ തുടങ്ങിയവരുടെ തായമ്പക, ശങ്കരനാരായണൻ കുഞ്ചൻ സ്മാരകം കിള്ളിക്കുരിശിമംഗലത്തിന്റെ ഓട്ടൻതുള്ളൽ, കലാമണ്ഡലം രവികുമാറും സംഘവും അവതരിപ്പിക്കുന്ന മിഴാവ് ഇടയ്ക്ക തായമ്പക, രജനീഷ് ചാക്യാരുടെ ചാക്യാർകൂത്ത് എന്നിവയാണ് നടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പാലക്കാട് അഷ്ടമി വിനീതിന്റെ സോപാന സംഗീതം, വിവിധ സംഘങ്ങളുടെ കൈകൊട്ടിക്കളി എന്നിവയും നടക്കും. ചൂണ്ടൽ സാൻതോം ചർച്ച് ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യക മാതാവിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും സംയുക്ത തിരുനാൾ ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്.
വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. തിരുനാൾ ആഘോഷിക്കുന്ന ജനുവരി 31 ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും, തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പുമുണ്ടാകും. മെൽബൺ രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഇടവകാംഗം ഫാദർ ജെറിൻ ചൂണ്ടൽ സഹകാർമ്മികനാകും. രാത്രി 10 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 4:30-ന് ഇടവകാംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് വിസ്മയ കാഴ്ചയൊരുക്കി വർണ്ണമഴ അരങ്ങേറും. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ്, ജനറൽ കൺവീനർ ജോയ് അറക്കൽ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ നഗറിലാണ് കൺവെൻഷൻ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്തു. ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തോടെയാണ് ശുശ്രൂഷകൾക്ക് തുടക്കമാവുക. ഞായറാഴ്ച രാവിലെ 10:30-ന് സൺഡേ സ്കൂൾ ബാലജന സംഗമവും കൺവെൻഷന്റെ ഭാഗമായി നടക്കും. ഫാദർ സക്കറിയ തോമസ്, ഫാദർ നോബിൾ സ്കറിയ, ഫാദർ AB ഫിലിപ്പ് എന്നിവരാണ് വചന സന്ദേശം നൽകുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായ ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ VM സാമുവൽ, ഫാദർ ഗിവർഗീസ് കെ വിൽസൺ, എഡ്വി സക്കറിയ, ഡോക്ടർ KC ലോഫ്സൺ, CK ബാബു എന്നിവർ നേതൃത്വം നൽകും. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. ജനുവരി 16-ന് നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിൽ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ 6:15-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷയും അമ്പ്, വള എന്നിവയുടെ വെഞ്ചരിപ്പുമുണ്ടായി. കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യമേളവും ആകാശവിസ്മയവും അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-ന് ദിവ്യബലിയും 10-ന് ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ബിജു ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയുമുണ്ടാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജീസൺ ചാലക്കൽ, സിംസൺ കൂത്തൂർ, CV പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ റാഫേൽ തട്ടിൽ എന്നിവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകും. കഴിഞ്ഞ ദിവസം ബ്ലാങ്ങാട് ബീച്ചിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തയാളെ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് പയ്യോളി സ്വദേശി മനോജ് കുമാറാണ് മരിച്ചത്. ഇയാളുടെ ബന്ധുക്കൾ തൃശൂരിലേക്ക് പുറപ്പെട്ടതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മനോജ് കുമാറിനെ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാന പുതിയതായി നിർമ്മിച്ച ചുറ്റുമതിലിന്റെ സമർപ്പണം നടന്നു. ക്ഷേത്രമേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യർ സമർപ്പണ കർമ്മങ്ങൾ നടത്തി. പുതൂർ നാരായണൻ മേനോൻ മകൾ പാറുകുട്ടി ടീച്ചറുടെ സ്മരണയ്ക്കായാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത്. അന്നദാന മണ്ഡപ നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ, ഭരണസമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പതിനൊന്നാമത് ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവം വിളംബരവുമായി പാവർട്ടിയിൽ നടന്ന ഹെറിറ്റേജ് ടൂറിംഗ് ടാക്കീസ് ശ്രദ്ധേയമായി. പാവർട്ടി ചുക് ബസാർ വഴിയമ്പലത്തിന്റെ പരിസരത്തായിരുന്നു ചടങ്ങ്.
ഒരു പ്രദേശത്തെ ചരിത്ര പ്രാധാന്യമുള്ള വസ്തുതകളും സ്മാരകങ്ങളും പഠിച്ച് അതിനെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഹെറിറ്റേജ് ടൂറിംഗ് ടാക്കീസ് ആരംഭിച്ചിട്ടുള്ളത്. പാവർട്ടിയിലെ വഴിയമ്പലം പൈതൃക സംരക്ഷണ യാത്രയിലൂടെ കണ്ടു മനസ്സിലാക്കുകയും പിന്നീട് അതിന്റെ നവീകരണം നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് വഴിയമ്പലം തേടി എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കി. ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയായ റാഫി നീലങ്കാവിലാണ് ഡോക്യുമെന്ററിയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സായി സഞ്ജീവനി ട്രസ്റ്റാണ് നിർമ്മാണം. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും റിട്ടേജ് ടൂറിംഗ് ടാക്കീസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഗുരുവായൂർ ചുമർചിത്ര പഠന ഗവേഷണ കേന്ദ്രം പ്രിൻസിപ്പാൾ നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ജിൽസ് തോമസ്, അഭിനി ശശി, മുൻ പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് CP വത്സല, സന്തോഷ് ദേശമംഗലം, സിദ്ദിഖ് കൈതമുക്ക്, സദാശിവൻ മധുക്കര, ജയ്സൺ ഗുരുവായൂർ, ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ്, ജനകീയ ചലച്ചിത്രവേദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ, CP ജയൻ, ഷിജോ ചൊവ്വല്ലൂർ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ SFI നേതാക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന മയക്കുമരുന്ന് ക്രിമിനൽ സംഘത്തിനെതിരെ CPM ഡിവൈഎഫ്ഐ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിറക്കൽ സെന്ററിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി VS ലെനിൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ സംസാരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ് സ്വാഗതവും ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ അനുമോൻ സി തപ്പി നന്ദിയും പറഞ്ഞു. ഫാഷൻ ഷോയിൽ ചുവടുവെച്ച് ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മ ടീം പൂമ്പാറ്റ ദേശീയവേദി കീഴടക്കി. ഇന്ത്യൻ ആർമി നേതൃത്വം നൽകിയ നാരിശക്തി ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച നാഷണൽ ഫാഷൻ ഷോയിലാണ് ഭിന്നശേഷി കലാകാരന്മാർ റാമ്പിൽ ചുവടുവെച്ചത്. തൃശൂർ കേന്ദ്രമായി കേരളത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ആദ്യ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയിലെ 12 കലാകാരന്മാരാണ് ദേശീയവേദിയിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയത്. കുട്ടികളോടൊപ്പം 30 കുടുംബാംഗങ്ങളും അപൂർവ യാത്രയുടെ ഭാഗമായി. ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിച്ച സൗന്ദര്യ മത്സരത്തിൽ അഫ്രിൻ ഫാത്തിമ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ശാരീരിക പരിമിതികളെ ആത്മവിശ്വാസത്തിന്റെ ചിറകുകളാക്കി മാറ്റിയ പൂമ്പാറ്റ കുട്ടികൾ ദേശീയവേദിയിൽ ഇന്ത്യയുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു. വെസ്റ്റ് ബംഗാളിലെ ലോകഭവനിൽ പൂമ്പാറ്റ കുട്ടികൾക്കൊരുക്കിയ വിരുന്ന് കലയും കരുണയും കൈകോർക്കുന്ന ഹൃദയസ്പർശിയായ അനുഭവമായി. ടീം പൂമ്പാറ്റ ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അർപ്പണ നാരായണൻ, രഹന അൻസാർ, സജീവൻ ചാഴൂർ, ശ്രീജ പിള്ള, സുനിത വിജയകുമാർ, നന്ദകുമാർ, ഉഷ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ വിജയത്തിനു ശേഷം തൃശൂരിലെത്തിയ ടീമിന് പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും MLAയുമായ ET ടൈസൺ കുട്ടികളെ നേരിട്ടെത്തി സ്വീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പുള്ളി, ജില്ലാ സെക്രട്ടറി A സജീവ്, VK സുലൈമാൻ, പ്രകാശ് കരാട്ടുപറമ്പിൽ, നസീർ വടുക്കര, ലാൽ കച്ചില്ലം, രാജൻ പാട്ടാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് ആഘോഷം ആരംഭിച്ചു. വെളുപ്പിന് 4 മണിക്ക് പള്ളി ഉണർത്തൽ, 5-ന് മഹാഗണപതി ഹോമം, 6 മണി മുതൽ വിശേഷാൽ പൂജകൾ, തുടർന്ന് കൈലാസം മാരാരുടെ നേതൃത്വത്തിൽ അഷ്ടപതി എന്നിവ നടന്നു. രാവിലെ 9 മണിക്ക് ക്ഷേത്രനടയിൽ നടക്കൽ പറ ആരംഭിച്ചു. നെൽപ്പറ, അരി, അവിൽ, പൂവ്, കുങ്കുമം, മഞ്ഞൾ, ശർക്കര, മലർ, എള്ള്, നാണയപ്പറ എന്നിങ്ങനെയുള്ള പറയെടുപ്പ് നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പഞ്ചവാദ്യത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പും വൈകിട്ട് 5 മണിയോടെ മേളത്തോടുകൂടിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. ശങ്കരൻകാവ് മകരപ്പത്ത് ആഘോഷത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വിഭാഗത്തിന്റെ ആനച്ചമയ പ്രദർശനവും ബാൻഡുവാദ്യവും നടത്തി. പ്രസിഡന്റ് NV സുരേഷ്, സെക്രട്ടറി MK രാജേഷ്, രക്ഷാധികാരി KL സുനീഷ്, ട്രഷറർ AK ജയൻ, സ്വാമിനാഥൻ, ഹരിദാസൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. തുടർന്ന്
CRP പാലക്കാടിന്റെ ബാൻഡ് വാദ്യമുണ്ടായി. ഊട്ടോളി മഹാദേവൻ, മാധവൻകുട്ടി, പട്ടാമ്പി മണികണ്ഠൻ എന്നീ ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരുന്നു. തിമിലയിൽ ചോറ്റാനിക്കര നന്ദപ്പമാരാർ, മദ്ദളത്തിൽ കോട്ടയ്ക്കൽ രവി, ഇടകയിൽ തിരുവില്ലോമല ഹരി, കൊമ്പിൽ പേരാമംഗലം വിജയൻ, ഇലത്താളത്തിൽ രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും നടന്നു. വർണ്ണങ്ങളുടെ വിസ്മയ ഉത്സവം എന്നറിയപ്പെടുന്ന മലർവാടി ബാലസംഘം മഴവില്ല് സംസ്ഥാനതല ചിത്രരചനാ മത്സരത്തിന് പെരുമ്പിലാവ് അൻസാർ കോളേജ് ക്യാമ്പസിൽ തുടക്കമായി. മലർവാടി കുന്നംകുളം ഏരിയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കടവല്ലൂർ പഞ്ചായത്ത് അംഗം സ്മിത മുരളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ രക്ഷാധികാരി P. മുനീർ അധ്യക്ഷത വഹിച്ചു. അൻസാർ ഹെവൻസ് പ്രിൻസിപ്പൽ സുമയ്യ അബ്ദുൾ റഷീദ്, മലർവാടി ഏരിയ കോർഡിനേറ്റർ താജുദ്ദീൻ മൗലവി, പ്രോഗ്രാം കൺവീനർ AK അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു. മത്സര വിധികർത്താക്കളായ സലീൽ സൈമൺ, ഷിജിത എന്നിവർ പങ്കെടുത്തു. അങ്കണവാടി മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 4 കാറ്റഗറികളിലായി ക്രയോൺ, ജലഛായ എന്നിവയിലാണ് മത്സരം നടക്കുന്നത്. ഏരിയ ജില്ലാതല സമ്മാനങ്ങൾക്ക് പുറമെ സംസ്ഥാനതലത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ വിജയികളാകുന്നവർക്ക് യഥാക്രമം 10,000, 5,000, 3,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും സമ്മാനവും ലഭിക്കും. മലർവാടി ബാലസംഘം കുന്നംകുളം ഏരിയ രക്ഷാധികാരി P. മുനീർ സമ്മാനദാനം നിർവഹിക്കും. പഞ്ചായത്ത് അംഗം സ്മിത മുരളിക്കുള്ള മലർവാടിയുടെ സ്നേഹോപഹാരം മലർവാടി ഏരിയ രക്ഷാധികാരി P. മുനീർ കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 337 രൂപ. ചരമം ചിറളയം കരുമാങ്കുഴി വീട്ടിൽ ജോസഫ് ഉപദേശി മകൾ കുഞ്ഞാമ്മ നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. അവിവാഹിതയാണ് പരേത. പറവട്ടാണി കുന്നത്തുങ്കര കുറ്റിക്കാട് പരേതനായ സക്കറിയ ഭാര്യ ആനി ജോസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം പടിഞ്ഞാറേക്കോട്ട സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതനായ പീറ്റർ, ജോസഫ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പുറകിൽ കാർ ഇടിച്ച് കാർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥനാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് ഗുരുതര പരിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത് മികച്ച വിജയം UDFനുണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ. മണലൂർ നിയോജക മണ്ഡലം നേതൃയോഗം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിനു പോയി കടലിൽ തെറിച്ചു വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ ഏത്തായി കരുപ്പയിൽ ശങ്കുരു മകൻ വിജേഷാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് മതലാങ്കുന്നിന് പടിഞ്ഞാറ് 12 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിൽ നിന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.